ഹായ്, ഞാൻ റബീന. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് എങ്ങനെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒപ്റ്റിമിസം നിലനിർത്താം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ ഫ്രെയിം വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഫ്രെയിം വർക്കാണ് സ്മൈൽ. സ്മൈൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നുണ്ട്. അപ്പൊ സ്മൈലിന്റെ ഫസ്റ്റ് വേർഡ് എന്താണ്? യെസ്. യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് കെയർ ആണ്. അപ്പൊ നമ്മളുടെ ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ ആണ്. സെൽഫ് കെയറിൽ എന്താണ്? ഫിസിക്കലും അതുപോലെ തന്നെ മെന്റൽ കെയർ വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, അതുപോലെ എക്സസൈസ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പോൾ നമ്മളെ സ്മൈലിലെ രണ്ടാമത്തെ വേർഡ് എം സ്റ്റാൻഡ്സ് ഫോർ മൈൻഡ്ഫുൾനെസ്. അപ്പൊ ഓരോ നിമിഷവും അറിഞ്ഞു ജീവിക്കുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മളെ ചുറ്റുപാടുകളിലെ ശബ്ദങ്ങൾ, സ്മെല്ല്, അതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുക. ഓരോ നിമിഷവും നമുക്ക് ആസ്വദിച്ച് അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ കഴിയാറുണ്ടോ? ഇപ്പൊ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് ആസ്വദിച്ച് വായിക്കുക. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കുക. നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫുള്ളായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ അത് എൻജോയ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ്. പക്ഷെ ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് കുറെ അധികം ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പൊ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക. ഇത് നമ്മളുടെ സന്തോഷം, അതുപോലെ നമ്മളുടെ ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ നമ്മളെ ഏറെ സഹായിക്കും. എപ്പോഴും ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇൻവെസ്റ്റ് ഇൻ ഗ്രോത്ത് ആണ്. അപ്പൊ സ്മൈലിലെ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻവെസ്റ്റ് ഇൻ ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് എക്സൽ ചെയ്യാൻ നമ്മൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എക്സൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 ഏരിയാസ് സെലക്ട് ചെയ്യാം. അത് സെയിൽസിലാവാം, അല്ലെങ്കിൽ ലീഡർഷിപ്പിലാവാം, അല്ലെങ്കിൽ ടീം ബിൽഡിങ്ങിലാവാം. ഏതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് അതിനെ ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബുക്സ് വായിക്കാം. എന്നിട്ട് അതിൽ നമ്മൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വളരെയേറെ ഹാപ്പി ആവാൻ സാധിക്കും. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുക, അതുപോലെ ബാക്കിയുള്ളവരെ, മറ്റുള്ളവരെയും നമ്മൾ അവരുടെ കുറവുകളോടെ നമ്മൾ അവരെ സ്നേഹിക്കുക. അതുപോലെ നമുക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നമ്മളുടെ കുറവുകളും നമുക്കുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. പക്ഷേ നമുക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മളെ ബ്ലെസ്സിങ്സിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളിലോട്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും. അപ്പൊ ഇന്നു മുതൽ നമുക്ക് നമ്മളെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ഓർക്കാൻ സമയം കണ്ടെത്താം. അടുത്തതായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്മൈലിലെ ഇയെ കുറിച്ചാണ്. ഇ സ്റ്റാൻഡ്സ് ഫോർ എംബ്രേസ് പോസിറ്റിവിറ്റി. നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുമെന്ന്. നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി സ്ട്രെങ്ത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കാൻ സാധിക്കും. ചില സമയങ്ങളിൽ ചില ആൾക്കാർ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, നമ്മളെ ആവശ്യത്തിന് കെയർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അത് കുറച്ച് സമയത്തിന് മാത്രമാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അത് ഓർത്ത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുകയാണ്. അപ്പൊ നമ്മൾ മാറ്റേണ്ടത് നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഇന്നു മുതൽ നമുക്ക് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാം.